സുധാകരനുമായി രാഹുൽ സംസാരിക്കും. സുധാകരൻ സമ്മർദ്ദം ശക്തമാക്കിയിട്ടും സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC കൈമാറിയത് സുധാകരന്റെ പേരില്ലാത്ത പട്ടിക. കണ്ണൂരിൽ റിജിൽ മാക്കുറ്റിയുടെയും അമൃത രാമകൃഷ്ണന്റെയും പേരാണുള്ളത്. ഇന്ന് 2:30-ക്കാണ് നിർണായകമായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം. സുധാകരന്റെ കലാപത്തിൽ ആടിയുലയുകയാണ് കോൺഗ്രസ്. കണ്ണൂരിനെ കുറിച്ച് അതിവൈകാരിക കുറിപ്പ് സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കണ്ണൂർ എൻ്റെ ഹൃദയരക്തമാണ്, ഹൃദയരക്തം ഇറ്റുവീഴുന്ന മണ്ണാണ്. കടന്നു വന്ന കനൽ വഴികൾ ആരൊക്കെ മറന്നാലും താൻ മറക്കില്ല എന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. സുധാകരന് വേണ്ടി പൊട്ടിത്തെറിച്ച് ആണ് അണികളുടെ പ്രതികരണം വരുന്നത്. യഥാർത്ഥ പ്രവർത്തകന്മാരുടെ വികാരം അദ്ദേഹത്തിന്റെ വികാരമാണ്. ആ വികാരത്തിന്റെ പരം കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചില ആളുകൾ. ചില വലിയ നേതൃത്വത്തിലെത്തിയവർ അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അപമാനിക്കാനും അദ്ദേഹത്തെ വളരെ ജനങ്ങളുടെ ഇടയിൽ ഒരു അധികാരമോഹിയായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനെതിരെ ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ അരയും തലയും മുക്കി ഇതാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. MP-മാർ മത്സരിക്കേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. കണ്ണൂർ സീറ്റ് തന്നില്ലെങ്കിൽ ജില്ലയിൽ തിരിച്ചടി നേരിടും എന്നാണ് ഭീഷണി. നിഖിലും ശരത്ലാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ശരത്ലാലിലേക്ക് ആദ്യം. ശരത്ത്, ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ ഗാന്ധി അടക്കം ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാര സാധ്യത ആരായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ വിചാരിച്ചതിനപ്പുറത്ത് വലിയ പൊട്ടിത്തെറിയിലേക്ക് സുധാകരൻ കടന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണോ ആ മട്ടിൽ ഇടപെടാൻ തീരുമാനിച്ചത്? നമ്മൾ അടുത്തു നിന്നും അകന്നു നിന്നും റിപ്പോർട്ട് കാണുന്ന ഒരു രാഷ്ട്രീയമാണ്. സുധാകരൻ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറി തന്നെയായിരിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം. അതുതന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. എന്നാൽ ഇന്ന് സുധാകരൻ്റെ പൊട്ടിത്തെറി ഒരു സുനാമി മാതിരിയാണ് കോൺഗ്രസിന് അനുഭവപ്പെട്ടത്. സുധാകരൻ വന്ന എല്ലാവിധ മൈലേജും സുധാകരൻ്റെ പൊട്ടിത്തെറികളുടെ പാർട്ടിക്ക് നഷ്ടമായി എന്നത് പാർട്ടി നേതൃത്വം തന്നെ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ആസാമിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള CEC കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിലെ സുധാകരന്റെ പ്രശ്നം ചർച്ചാ വിഷയമായത്. സുധാകരനുമായി സംസാരിക്കണമെന്ന KC വേണുഗോപാൽ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ആസാമിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇടപെടലോട് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പ്രിയങ്ക വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. പ്രിയങ്കയിലേക്കും സുധാകരന്റെ ഈ പൊട്ടിത്തെറിയുടെ അലയൊലികൾ എത്തി എന്നതിൻ്റെ തെളിവാണ്. പ്രിയങ്കയും അതേപോലത്തെ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മല്ലികാർജ്ജുന ഖാർഗെയുമായി ചർച്ച നടത്തു. ആസാമിലെ തെരഞ്ഞെടുപ്പ് യോഗം 10 മിനിറ്റ് വൈകിയാണ് അതുകൊണ്ട് തന്നെ തുടങ്ങിയത്. ഈ കാര്യത്തിലാണ് രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഇദ്ദേഹത്തുമായി സുധാകരനെ സംസാരിക്കാൻ തയ്യാറാകും എന്ന റിപ്പോർട്ടുകൾ തീരുമാനത്തിലെത്തിയത്. ഇത് പക്ഷേ ഇതിലെ സുധാകരനെ അതിനുവേണ്ടി ഡൽഹിയിലേക്ക് തിങ്കളാഴ്ചയോ വിളിപ്പിക്കും എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. കാരണം പാർലമെന്റ് തിങ്കളാഴ്ച. അതുകൊണ്ട് തന്നെ സുധാകരനെ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നൊരു സൂചനയാണ് AICC വൃത്തങ്ങൾ നൽകുന്നത്. KC വേണുഗോപാലും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തത്. MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാട് എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അത്തരത്തിലൊരു നിലപാട് രാഹുൽ ഗാന്ധി ഒന്നുകിൽ സുധാകരനെ മത്സരിക്കാൻ അനുവാദം നൽകുക, അല്ലെങ്കിൽ സുധാകരനെ പറഞ്ഞു മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യം രാഹുൽ ഗാന്ധിക്ക് ഏൽപ്പിച്ചുകൊണ്ട് KPCC നേതൃത്വവും കേരളത്തിലുള്ള കോൺഗ്രസ് നേതൃത്വവും കൈ കഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും തിങ്കളാഴ്ചയായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ നടപടിക്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. സുധാകരൻ ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിൽ എത്തുമോ എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. ഏതായാലും രാഹുൽ ഗാന്ധി കണ്ണൂരിൽ പോയി സുധാകരനുമായി ചർച്ച നടത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളായിട്ട് KC വേണുഗോപാലിനെ അയച്ചാൽ സുധാകരൻ അത് അംഗീകരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ കാണാൻ സുധാകരൻ ഇനി ഡൽഹിയിലേക്ക് വരുമോ തിങ്കളാഴ്ച എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഹർഷൻ.